ട്രിവാൻഡ്രം ലുലുവില് എത്ര കോഴിയെ കൊല്ലുമായിരിക്കും? ബ്ലോക്കിൽ പെട്ടിട്ട് 10 മിനിറ്റ്. ഞാൻ ഓഫ് ചെയ്ത് വെക്കാമോ? ഒട്ടും കൊള്ളത്തില്ല. അന്ന് കാണാൻ പറ്റി. ഹലോ ഗൈസ്, ഇന്നെന്റെ മൊല്ലാലിയുടെയും അവന്റെ തെണ്ടി കൂട്ടുകാരുടെയും ഒരു വ്ലോഗാണ്. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രം പോവാറായി. ട്രിവാൻഡ്രത്ത് നിന്ന് തിരികെ വരികയാണ്. കുട്ടനാണ് ഓടിക്കുന്നത്. കുട്ടൻ ഡ്രൈവിംഗ് പഠിച്ചു വന്നതേ ഉള്ളൂ. പക്ഷെ പ്രോ ആണ്. സ്വന്തമായിട്ട് ഒറ്റക്കൈയിലെ വണ്ടി ഓടിക്കുന്നതാണ്. പിന്നെ ഓ, ഇവനെ വണ്ടി ഒന്നും ഓടിക്കാൻ അറിയാമേലാമേ. ക്രോസ് ചെയ്ത് ഇൻഡിക്കേറ്റർ ഇട്ടേക്കുക, വൈപ്പർ ഇടുന്നുണ്ട്. തെറ്റിപ്പോവും. ലുലുമാളിൽ എന്താ കൂട്ടാൻ പോന്നെ? ഗേൾഫ്രണ്ടിന്റെ പേര് എന്തൊരു വീഡിയോ അടിച്ചു വിടുന്നേ. പ്രിയങ്ക വാര്യറിന് വാര്യരും അല്ല, ഈ വാര്യത്ത് എന്ന് പറഞ്ഞ ആരും ഉണ്ട്. അവളിപ്പോ ഗർഭിണിയാണ്. അപ്പൊ ഇതെടുത്ത് വിവേക്, ആരോഗ്യ, വിസ്മയ്ക്ക്, അകിട ഇതുവരെ മൈൻഡ് പേര് അഗിതയോ? പിന്നെ ഉണ്ട്, ആരാണ്ടൊക്കെ ഉണ്ട്. 2 ഫോൺ അടിച്ചു. വൈപ്പറൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ലുലുമാളൊക്കെ എത്താറായി. മഴയത്ത് പിന്നെ വൈപ്പർ ഇടാതെ പിന്നെ ഇവനക്ക് മൊയലാളി ആയിപ്പോയി. മറ്റേ കറങ്ങാൻ പോകുന്ന പറഞ്ഞ എവിടെയെങ്കിലും പോകുന്ന പറയുമ്പോ ഉടനെ ലുലുമാളൊക്കെ പറയണേ. ലുലുമാളിൽ കാണാനുള്ള ഒരു കൊട്ടാരം കാണാൻ ഇറങ്ങി. കാറാണോ ബൈക്കാണോ നല്ലത്? മഴയുള്ളപ്പം കാർ തന്നെ നല്ലത്. അല്ലാത്തപ്പം കാർ തന്നെ. ഗേൾ ഫ്രണ്ട്സിനെ കൊണ്ടുപോകാൻ ഏതാ ബെറ്റർ? അല്ല, അതെനിക്ക് ബൈക്ക് കംഫോർട്ട്. കാരണം ആരെല്ലാം വന്നാ പെട്ടെന്ന് പോണ്ടേ. അങ്ങനല്ല, ഇയാൾക്ക് കാർ എടുക്കട്ടെ വിട്ടത്. കാർ പെട്ടെന്ന് വളക്കാൻ അറിയത്തില്ലെന്ന് പറയുന്നത്. ഓക്കെ, കുട്ടൻ കാറ് വളച്ചു വരുമ്പോഴത്തേന് ടൈം ആവുമെന്നാ പറയുന്നത്. അതെ അതെ അതെ. മഴ നനയേണ്ടി വരുമോ? മിക്കവാറും അകത്തുള്ള സ്ഥലങ്ങൾ അതിഭീകരമായ പാർക്കിംഗ് ആണ്. കീപ് ലെഫ്റ്റിൽ കൂടെ ഓവർടേക്ക് ചെയ്യില്ല. ലെഫ്റ്റിൽ കൂടെ മാത്രം ഓവർടേക്ക് ചെയ്യണോ മീനിങ്? കീപ് ലെഫ്റ്റ്. അവൻ കീപ് ലെഫ്റ്റ് ചെയ്യണോ? അവൻ ലെഫ്റ്റ്, കീപ് ലെഫ്റ്റ്. അവന് തന്നെ ഒരു സ്വയബോധത്തിന് വേണ്ടി പാർക്കിങ്ങിലോട്ട് കയറാൻ പോവാണ് ഗൈസ്. ഇത് കാണാൻ പറ്റുന്നുണ്ട്. കറക്റ്റ് ബാഗ് ദൂരെ കാണിക്കാൻ പറ്റുവാണെങ്കിൽ ഫ്രണ്ട് വ്യൂ കൂടെ. ആ സംവിധാനം ഉണ്ടല്ലേ? അതെ, എന്റെ പഴയ മൊബൈലിനകത്തുണ്ട്. 16 Pro Max. ഈ മാസം ഇത് 2ാമത്തോടെ. നിനക്കൊന്നും വേറെ പണിയില്ല. കയറി ഇറങ്ങുക, തെണ്ടിത്തിരിയോ, വീട്ടിൽ പോവാ. ഒരു പണിയും കൂലിയില്ല. കയ്യിരിക്കുന്ന കാശെല്ലാം എവിടെ കൊണ്ടുപോകുക, അതിനുള്ള സാമാനം തിന്നാൻ വാങ്ങുക, തിന്നത്തും ഇല്ല. അഭിഷേക് ഫുൾ നെയിം പറയൂ. നമ്മളങ്ങനെ ആരെയും കളിയാക്കിയതൊന്നുമല്ല. ഒരു ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് ഇവന് ഇങ്ങനെ ഒരു പേരുണ്ട്, അതുകൊണ്ട്. ബ്രോ എ സ്റ്റാൻഡ്സ് ഫോർ. ഇത് തന്നെ തന്നെ സാധനം. ബ്രോ എ സ്റ്റാൻഡ്സ് ഫോർ അനിൽകുമാർ ആയിരിക്കും. അല്ല, അപ്പോൾ എ വരണ്ടെന്നല്ലേ? അമ്പിളി അമ്മ. ബ്രോ വാട്ട് ഡാർക്ക് കമന്റ്സ് ബൈ കുട്ടൻ വാര്യർ. ദ്വാരല്ലേ അടി കിട്ടാത്തേഞ്ച. ഓപ്പായി ഗൈസ്. ചേച്ചി നോക്കിക്കൊണ്ട്
കട്ട് ചെയ്തോ നമുക്ക് ചവിട്ടി എടുക്കുവാപ്പാ. നീ മിണ്ടാറാ ഞാൻ ഓഫ് ചെയ്ത് വെക്കാമോ? അവന്റെ മൂക്ക് പോയി. ആ ഓഫ് ചെയ്തായിരുന്നു ഞങ്ങൾക്ക് ഇതൊന്നും കാണേണ്ടി വരത്തില്ലായിരുന്നു. കുട്ടനെ പോയിട്ട് ബമ്പിന്ന് വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. ചോദിച്ച അവിടെ പാർക്കിംഗ് അവിടെ മയിലിന്റെ മൂക്ക് തുമ്മാൻ വരുന്നില്ല. സിട്രസിൻ ഉണ്ടോ? സിട്രസിൻ മേടിക്കാം. സിട്രസിൻ തിന്നില്ലെങ്കിൽ നിനക്ക് തുമ്മിയ തുമ്മിയാന്ന് ഉറപ്പാണ്. വരുത്തു ലുലുവിൽ മെഡിക്കൽ സ്റ്റോർ ഉണ്ടോ? നമുക്കൊരു മെഡിക്കൽ സ്റ്റോർ കിട്ടാം ലുലുവിൽ. മാറ്റാൻ പറ. ഫ്രാഞ്ചൈസി ഉണ്ടോ? ഫ്രാഞ്ചൈസി ഏതിന്റെ ഫ്രാഞ്ചൈസി? അവരെയൊന്നും പറയാം. പാവപ്പെട്ടവര് ജോലിക്ക് ആരെന്താ പറഞ്ഞു? ഇവ എന്തേലും പറയും. ഞാനോ പാവടാ ക്യാമറ ഓണാകുന്ന എല്ലാരും എന്തോ നല്ലവന്മാര്. ഇത് എവിടെ കൊണ്ടാ മാർക്ക് ചെയ്യണ്ടേ? ഡാർക്ക് കമന്റ്സ് ഒന്നും ഇല്ല. ഇങ്ങോട്ട് പോടാ. പാർക്കിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഇവ സാറായത് എങ്ങനെ? ഇവന് വായിക്കാനൊന്നും എഴുതാനൊന്നും അറിയത്തില്ല. നീ വെക്കണ ഞാൻ തന്നെ പിടിക്കുന്നത്. ഡ്രിഫ്റ്റ് ചെയ്യാൻ പോകുന്നു. ഡ്രിഫ്റ്റ് ചെയ്യല്ലേ മൊത്തം തെറ്റിദ്ധരിച്ച് കിടക്കുക. ബാക്ക് കൊണ്ടുവന്ന് എവിടെയെങ്കിലും കയറും. അന്ന് എമ്മോട്ടിയിലെ കണ്ടില്ലേ തെന്നി പോയ? തന്നെയാണോ? രണ്ട് ഭിത്തിയിൽ അടക്കിയിരുന്നേനാ പിന്നെ. അതുകൊണ്ട് ഇടിച്ചിളക്കണ്ടി വന്നത്. നമ്മൾ 1D-യിലാണ് പാർക്ക് ചെയ്തേക്കുന്നത്. 1D ഫോട്ടോ എടുത്ത് വെച്ചോ. ബ്രോ എങ്ങോട്ട് കാണും? വണ്ടി 1C. ഇടിക്കത്തില്ല, ഞാനല്ലേ ഓടിക്കുന്നത്. അന്നില്ല മറ്റേ അമ്പലത്തിൽ പോയപ്പോ കണ്ടിട്ടായിരുന്നു. ആ എന്റെ പ്രോ റൈഡർഷിപ്പ് കണ്ടിട്ടില്ല. എന്തോ ഭാഗ്യം എന്തായാലും തട്ടും. ഞാൻ ഇറങ്ങിയിട്ട് പാർക്കിംഗ് ഒന്ന് കാണിക്കട്ടെ വ്ളോഗില്. കുട്ടന്റെ പാർക്കിംഗ് കാണാം നമുക്ക്. ഈ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവന്മാർക്ക് എന്നെ കൂടെ കൊണ്ടുപോകൂടായിരുന്നോ? ഫോട്ടോ ഓക്കെ. തുറന്നു വിജിലംബിച്ച് ബാത്റൂം അല്ലേ? വിജിലംബിച്ച് ബാത്റൂം. ബ്രോ അത് കട്ട് ചെയ്തിട്ട് ചേടാ ഇവ ഇതെന്തുവാ ഈ കാണിക്കണ്ടേ? കണ്ണാടി മാത്രം വെക്കുന്ന പീഡിയ. കണ്ണാടി മാത്രമുള്ള പീഡിയ. ഇനി ശരിക്കും ഇങ്ങനെയാണോ? എന്തുവാ? ഏതാ? ഏതേലും അതെന്തുവാ? ഏതാ? ഈ കിടക്കുന്ന ലാസ്റ്റ് ചെയ്യോ? ഇത് ബ്ലൗസും
ഇത് ഉറപ്പാണ്. ഏതാ? ആ വാ ഫുഡ് കഴിക്കാൻ പോവാം. എന്താ പറയുന്നത്? ഓക്കെ. ഇവിടെ ഒന്ന് പഴങ്ങഞ്ഞി കടകളുള്ളത്. ഇവിടെ മുണ്ടുണ്ടേ, മുണ്ട് ശട്ടം മേടിക്കുന്നു. ആ വെയിറ്റ് കുറയ്ക്കാൻ ഷട്ടിയിടാതെ വന്നവൻ അതിന് മുണ്ട് വാങ്ങിക്കുന്നേ. ഇവിടെ ആദ്യമായിട്ടാണ് എനിക്ക് തുറന്നു. മോനെ താഴെ പോവേ. മൈൻഡ് ചെയ്തില്ലല്ലോ അവൻ. അയ്യേ മുയലാളി കമ്മി. എന്തുകൂടാ എന്താണ്ടൊക്കെ പറയുന്നു. ഈഗോ ക്ലാസ്. പിന്നെ ആദ്യമായിട്ട് ഇതൊക്കെ കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ് ആണോ? ഓ ചെരി കണ്ടിട്ടായിരിക്കും. ഇങ്ങനെ ഈ ഒരു ഷോട്ട് ഇങ്ങനെ ഒരു ഷോട്ട് ഇതൊക്കെ ഷോട്ട്. ഇൻട്രോ എടുക്കാം. ഇൻട്രോ ആ ക്രെഡിറ്റ് കാർഡ് എടുക്കോ? കുട്ടൻ ക്രെഡിറ്റ് കാർഡ് എടുക്കോ? അഭിഷേക് കുട്ടൻ ക്രെഡിറ്റ് കാർഡ് എടുക്കോ? ഉറപ്പാണോ? ആ പെണ്ണിനെ ചെറുക്കം പറഞ്ഞ് വിട്ടുകൊടുക്കുന്നത്. ആ പെണ്ണിനെ വായ്മകം പോയിക്കല്ലോ. അന്ന് കാണാൻ പറ്റില്ല. ഹാപ്പി മാരേജ് ലൈഫ്. എന്തു എന്തു എന്തോട് പറഞ്ഞേ? അച്ചിങ്ങ എന്തുവാ? കുട്ടൻ ഈഗോ അടിച്ചു വെറുതെ ബാസ്ക്കറ്റ് ഓടുന്നത് കണ്ടിട്ട്. പിന്നെ ഏതാണ് എനിക്ക് വേണ്ടത്? മറ്റേ ഉറിഞ്ചി അടിക്കുന്നത്. എന്തുവാ? എനിക്കുള്ള വാങ്ങിയിട്ടുണ്ട്. അമ്മമാര് എല്ലാരെയും പിരിച്ചുവിട്ടേക്കുക. 3 പേരും ഇഷ്ടമുള്ള 3 സാധനങ്ങൾ എടുക്കാൻ. ഞാൻ അമ്മമാരെന്തോ പൊക്കി എടുത്തോണ്ടിരുന്നെന്ന് കാണാം. എന്തൊക്കെയാ? തന്തൂരി, മയണൈസ്, ഗാർലിക് പേസ്റ്റ്, പച്ചക്കറി ഉണക്കിയത്, മന്തി മേടിക്കുന്നത്. എന്തൊക്കെയാണേലും ഉണക്കമീൻ്റെ അത്രയൊന്നും വരത്തില്ല.
കഴിച്ച്. ഇടുപ്പഴി കൂടെ പോയി. ഓ കുട്ട എന്തൊക്കെയാ എടുത്തേ? പ്ലേറ്റ് മുക്കിയും എന്തോ ചിക്കൻ മന്തി, ഹൈദരാബാദി ചിക്കൻ, ഓക്കെ. ചിക്കൻ ഫ്രൈഡ് റൈസ്. ആരാ മൂന്നെണ്ണം ഒരുത്തൻ? എന്താ എല്ലാരും കാണും. ഇൻട്രോവേർട്ട് ബ്രോ, വാട്ട്സ് ദാറ്റ്? ചിക്കൻ മഞ്ചൂരി ഗ്രിൽ. ഇത് നീ തിന്നണം കൊണ്ടേ. എന്റെ കടമ എനിക്കൊന്നുമില്ല. കടലപ്രിയൻ എന്തേലും കാണും. എപ്പോ വന്നാലും എടുക്കണം. സ്പൂണില്ലേ? സ്പൂണില്ലാതെ ഞാൻ ഓ നോ. തിന്നു തുടങ്ങി. ടേസ്റ്റ് ഉണ്ടോ? കുഴപ്പമില്ല. 10ൽ എത്ര റേറ്റിംഗ്? 6. അതെന്ത്? എങ്ങനെയാണ് കൊടുക്കാം? അവിടെ 4 റേറ്റിംഗോ? നമ്മുടെ അവിടെ തപാന്റെ അത്രയും പോരെ? ഓക്കെ. ഒരു ദിവസം ട്രിവാൻഡ്രം ലുലുവിൽ എത്ര കോഴിയെ കൊല്ലുമായിരിക്കും? താഴെ ഇരിക്കുന്നത് മാത്രം എനിക്ക് തോന്നുന്നു 19 അമ്പാണോ? താഴെ ഇരിക്കുന്നത് ഇപ്പൊ ഇരിക്കുന്നത് മാത്രം 50 എന്തായാലും കാണും. ഒരു ഡെയിലി എത്ര എണ്ണം കൊല്ലുമായിരിക്കും അവര്? 250 കൊണ്ടുവരും. ഡെയിലി 250? നീ എന്താ പറയുന്നത്? ഒരു 10,000 അറിയാമെങ്കിൽ കമന്റ് ചെയ്യും. 1000 ഉണ്ടെങ്കിൽ 1000 എണ്ണത്തിനെ കൊല്ലൂ? 1000 എണ്ണോ? 1000 എന്തായാലും കാണും. ഇപ്പോഴും വന്നോണ്ടിരിക്കുന്നു. ഇവിടെ വരുന്ന ആൾക്കാർ 10,000 പേരിൽ ഒരു ദിവസം കാണത്തുള്ളൂ. എത്ര മണിക്ക് തുറക്കുന്നതെന്ന് അറിയാമോ ലുലു? ഇപ്പോഴേ അല്ല, എനിക്കും അറിയത്തില്ല. 10 മണിക്ക് 10 മണിക്ക് കിട്ടും. അറിയാൻ വയ്യ. എന്നാലും സൗകര്യമുള്ളപ്പോൾ തുടങ്ങി. എത്ര മണിക്ക് അടയ്ക്കാന്ന് അറിയാമോ? 12 11 എത്ര? എന്താ പറഞ്ഞ? നമ്മളതിനോട് ഫുഡ് അടിക്കത്തില്ല. എന്താ? 2 പേര് ഒന്ന് നല്ല തണുത്തായിരിക്കും. ആ അതിനകത്തിരിക്കും ചൂടുണ്ടെങ്കിൽ അവിടെ പെട്ടെന്ന് പോയി തണുപ്പ് പോകും. ആ പിന്നെ കൊടുക്കുന്ന പൈസ അത്രയും രുചിയൊന്നുമില്ല. ഓക്കെ സോ നമ്മൾ അടുത്ത ട്രിപ്പോട്ട് ഇവിടെ കയറി കുറച്ച് ഫുഡ് വരും. ഓക്കെ. യോജിക്കുന്നോ? 100%. 101, 102. എവിടെ നേരം കിട്ടി? അവരെ ഞാൻ തിന്നാൽ മതി. മാത്രമേ കഴിക്കായിരുന്നുള്ളൂ. മുട്ടൻ മന്തി വാങ്ങിച്ചിട്ട് തീർക്കാതെ എഴുന്നേക്കാൻ പോവാം. കൊള്ളത്തില്ലടാ, ഒട്ടും കൊള്ളത്തില്ല, ഒട്ടും കൊള്ളത്തില്ല. കൊള്ള പറയാം. ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു? ബിരിയാണി കൊള്ളാം. വായൊക്കെ കൊള്ളാം. എൻ്റെ ഫ്രൈഡ് റൈസും കറിയും കൊള്ളായിരുന്നു അല്ലേ? മേടിച്ചത് കുട്ടൻ്റെ മാത്രമേ ഉള്ളൂ കൊള്ളാത്തത്. സീരിയസ് ഇഷ്യൂ. മുട്ട പഠിപ്പിച്ച് ചെയ്തൊരു കൊച്ചു തോറ്റുപോയി. നിന്നെ പഠിപ്പിക്കായിരുന്നല്ലേ ഫിസിക്സ്? അതെങ്ങനെയാ മോഹന കാരണം അതും പോയി. ആ സമയത്ത് ബ്രേക്കപ്പ് ആയിരുന്നു ഗൈസ്. അല്ലെങ്കിൽ ഞാനത് പാസ്സായി പോയത്. അത് നീ പൊട്ടിയോ? ആ ഞാൻ എഴുതിയില്ല. ഞാൻ പഠിക്കാത്തോണ്ട് ഞാൻ പോയി എഴുതിയില്ല. ഞാൻ പഠിക്കാൻ മുക്കോട്ടൊന്നും പോകുന്നുള്ളൂ. പട്ടി പോകുന്നത്. മഴ നനഞ്ഞ് ദിനേശന്റെ റിവ്യൂ കയറിയത് കാര്യം. നമ്മളിറങ്ങി. ഇനി
പേ ചെയ്യണം. നമ്മൾ കുറച്ച് അഡ്വഞ്ചേഴ്സ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടായിരുന്നെങ്കിൽ വ്ലോഗ് ചെയ്യായിരുന്നു. ഓ അപ്പൊ പിന്നെ ഇന്നെന്തുവായിരുന്നു അനിയൻ്റെ കൂടെ? നമ്മളെല്ലാം റൈഡിലേക്ക് കയറി നമുക്ക് നല്ലോണം വ്ലോഗ് ചെയ്യായിരുന്നു. അന്യണ്ണന്റെ കൂടെ മറ്റേ അത് കളിക്കാൻ പാടില്ല, അമ്മാള് കളിക്കാൻ പോയിട്ട് നമുക്ക് തന്നെ പോലീസിനെ വിളിക്കാം, എന്നിട്ട് വീഡിയോ എടുത്തിട്ട് പോലീസ് ഓടിക്കുന്നതെല്ലാം വിഷയമായിരിക്കും. പഞ്ചായത്ത് ഐഡിയ അല്ലേ? അയ്യോ ഇതെടുത്തിടല് അന്യണ്ണൻ കൊങ്ങി കുടിക്കും. ബ്രോ ഗെസ് ചെയ്യ എത്ര രൂപയാവുന്നു? I think 45. 45 ഫ്രീ ഫ്രീ 30 rupees. നീ എടുക്കേ. ഓ മൈ ഗോഡ്. എത്ര മണിക്കൂറത്തേക്ക് എത്ര രൂപ? എന്നാ പിന്നെ ഞങ്ങൾ കൂടെ അറിയത്തില്ലയോ ഉണ്ടായി ഫുൾ ബ്ലോക്ക്. കുട്ടനെ വണ്ടി എടുക്കുന്ന കേട്ടോ. പേടിച്ചാണോ കുട്ട ഓടിക്കുന്നത്? കോൺഫിഡന്റ് ആണോ? ന്യൂട്രലിട്ടിട്ട് കുറേ വിടുണ്ടാകും. വേണേ ഞാൻ കണ്ണടച്ചാൽ വണ്ടി ഓടിക്കും. അത് വേണ്ട ഞാൻ അടച്ചേരാം. കള്ളം. കുട്ടൻ 45 നീ ഫ്രീ അല്ലേ? ഫ്രീ പകരം ആവശ്യം കുഞ്ഞു നോക്കും. സുശീലൻ തീരാണ് നെറ്റിപ്പെട്ടിട്ട് അവിടെ പോകണ്ടോ? സുശീലൻ യുനോ സുശീലൻ. അയ്യോ അച്ഛൻ കാണുന്ന ക്ഷമിക്കണേ. ബ്ലോക്കിൽ പെട്ടിട്ട് 10 മിനിറ്റ് അണങ്ങിയിട്ടില്ല ഇവിടുന്ന്. അമ്മമാര് പൈസ വാങ്ങിച്ചിട്ട് കിടത്തോളം തോന്നുന്നു എല്ലാരും. 1 eternity later. അവിടെ കൊണ്ടുപോടാ നീ. പേപ്പർ അഭിഷേക് ഫ്രീ ഗസ് ചെയ്ത് കുട്ടൻ 40, 45, ഞാൻ 30. പിടിയടാ നീ പിടിയാ. ഞാൻ ഇപ്പൊ താഴെ ഇടില്ല. അടച്ചിട്ട് ബ്രോ. അത് ബ്രോ അടച്ചിട്. കുട്ടാ നമ്മള് പോവാ. അങ്ങനെ ലുലു വിട്ട് പോവാണ്. ഇനി 2 മണിക്കൂർ കൊല്ലം കൊട്ടാരക്കര. അടുത്ത വീഡിയോ കാണും വരെ ബൈ. ഒരു ഉമ്മ ഉടനെ. സബ്സ്ക്രൈബ് ചെയ്യണേ, ഇല്ലെങ്കിൽ അവൻ തോൾ തരത്തില്ല. മണിയും കൂടെ അമർത്തിയേരെ.